ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. ബാലം ച തസ്യാ ഉരസി ക്രീഡന്തമകുതോ ഭയം ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹുർജാതസംഭ്രമാ. നമുക്ക് ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ബാലം ച, ബാലം എന്ന് പറഞ്ഞാൽ ആ കൊച്ചുകുട്ടി, ആ ഉണ്ണിയായിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. ച എന്ന് പറയുമ്പോൾ ഉണ്ണിയെയും എന്നുള്ള അർത്ഥത്തിൽ. തസ്യ, തസ്യ എന്ന് പറഞ്ഞാൽ ആ അവളുടെ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ആ പൂതനയുടെ ഉരസി, ഉരസി എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ. ക്രീഡന്തമകുതോ ഭയം, ക്രീഡന്തം അകുതോ ഭയം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്രീഡന്തമകുതോ ഭയം. ക്രീഡന്തം എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കൈകാലിട്ട് ഇളക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന. എങ്ങനെ? അകുതോ ഭയം, അല്പം പോലും ഭയമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണിയെയും ഗോപ്യസ്തൂർണം, ഗോപ്യഹ തൂർണം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗോപ്യസ്തൂർണം. ഗോപ്യഹ എന്ന് പറഞ്ഞാൽ ആ ഗോപസ്ത്രീകൾ. തൂർണം, തൂർണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, വളരെ അതിവേഗത്തിൽ. സമഭ്യേത്യ, ഓടിയെടുത്തു. അവരൊക്കെ ദൂരം മാറി പേടിച്ച് നിൽക്കുകയായിരുന്നു. അവരൊക്കെ ഓടിയെടുത്തു. എന്നിട്ടോ ജഗൃഹുർജാതസംഭ്രമാഹ, ജഗൃഹു ജാതസംഭ്രമാഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജഗൃഹുർജാതസംഭ്രമാഹ. ജഗൃഹു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാരിയെടുക്കുക, ഓടിച്ചെന്നങ്ങോട്ട് വാരിയെടുത്തു. കാരണം എങ്ങനെ? ജാതസംഭ്രമാഹ, സംഭ്രമം എന്നാൽ പരിഭ്രമം. ജാതസംഭ്രമ, ആ ചത്തുമലച്ചു കിടക്കുന്ന പൂതനയുടെ ഘോരമായ രൂപം കണ്ട് ഭയന്നിട്ട് അതിൽ നിന്നുണ്ടായ ഒരു പരിഭ്രമത്തോടു കൂടി നിൽക്കുകയാണ്, ഭയന്ന് നിൽക്കുകയാണ് ഗോപസ്ത്രീകൾ. യശോദാമ്മ, രോഹിണി ദേവി എല്ലാവരും അങ്ങനെ ചുറ്റിനും അങ്ങനെ നിൽക്കുന്നുണ്ട്. ധാരാളം ഗോപന്മാരും നിൽക്കുന്നുണ്ട്, ഗോപസ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ നടുവിൽ ഈ യശോദാമ്മയും രോഹിണി ദേവിയും ഒന്നുമല്ല, പക്ഷെ ബാക്കിയുള്ള ഗോപസ്ത്രീകളാണ് ഇതിന് മുൻകൈയെടുത്തത്. എന്താ? എല്ലാവരും ഒരുപോലെ പരിഭ്രമിച്ചു നിന്നപ്പോഴും അവർ കണ്ട വളരെ സുന്ദരമായ ഒരു കാഴ്ച, ആ ഘോര സ്ത്രീയുടെ, ഘോരരൂപം പൂണ്ട ആ പൂതനയുടെ മാറിൽ ഇതൊക്കെ എനിക്കെത്ര നിസ്സാരമാണ് എന്നുള്ള മട്ടിൽ കൈകാലിട്ടടിച്ച് കളിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കളിച്ചിരിയിൽ മതിമറന്ന് അതുവരെ ഭയന്ന് നിൽക്കുകയായിരുന്നു. അടുക്കാൻ ഭയമായിരുന്നു ആ രൂപത്തിൻ്റെ അടുത്തേക്ക്. പക്ഷേ തങ്ങളുടെ പൊന്നുണ്ണിക്കണ്ണനെ ഓർത്തപ്പോൾ എല്ലാ ഭയവും മാറ്റിവെച്ച് ആ ഗോപസ്ത്രീകൾ ഓടിപ്പോയി ആ പൊന്നുണ്ണിക്കണ്ണനെ വാരി അങ്ങോട്ട് എടുത്തു. ആ രാക്ഷസ സ്ത്രീയുടെ മുകളിൽ ചാടിക്കയറുന്നതിന് അതുവരെ ആ രാക്ഷസ സ്ത്രീയുടെ രൂപത്തിൽ ഭയന്ന് നിന്നിരുന്ന ഗോപസ്ത്രീകളാണെന്ന് ഓർക്കണം. ഇവിടെ യാതൊരു ഭയവും ഒന്നും കൂടാതെയാണ്. അവർക്കപ്പോൾ ഭയത്തേക്കാളേറെ പരിഭ്രമമുണ്ട്. ഈ ഒരു രൂപം കണ്ട് പരിഭ്രമിച്ച് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആ രൂപത്തിനോടടുക്കാൻ ആ സമയത്ത് അവർക്ക് ഭയമുണ്ടായില്ല. കാരണം അവിടെ ആ ഗോപസ്ത്രീകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തങ്ങളുടെ പൊന്നുണ്ണിക്കണ്ണനെ രക്ഷിക്കുക. ആ ഉണ്ണിക്കൊരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ. പോരാത്തതിന് ഈ ഉണ്ണി എങ്ങനെയാ കളിക്കുന്നത്? അകുതോ ഭയം, അല്പം പോലും ഭയമില്ലാതെ. ഇവിടെ നമുക്കതിനെ രണ്ട് തരത്തിൽ നോക്കിക്കാണാം. പൊതുവേ നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ എന്തൊക്കെ അപകടങ്ങളിൽ ചെന്ന് ചാടിയാലും അവർക്കതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവരെപ്പോഴും കൈകാലിട്ടിളക്കി കളിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെ നോക്കിക്കണ്ടാലും, അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കാണുന്ന
കാണുന്നവരാകാം അപ്പോൾ ആ ഗോപസ്ത്രീകൾ. കാരണം ജനിച്ചിട്ട് 6 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കണ്ടോൺ തങ്ങളുടെ ഉണ്ണി പൊട്ട അവന് യാതൊരു ഭയവും ഉണ്ടായില്ലല്ലോ. അവൻ സുഖമായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുന്നുവല്ലോ എന്ന് കരുതി ഓടിച്ചെന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ അങ്ങോട്ട് വാരിയെടുത്തു ഗോപസ്ത്രീകൾ. ഇവിടെ മറ്റൊരു തരത്തിൽ ഒരല്പവും കൂടി നമ്മളൊന്ന് ഉയർന്ന് ചിന്തിച്ചാൽ, ആരാണ് ആ കളിച്ചുകൊണ്ട് കിടക്കുന്നത് എന്ന് പിന്നീടൊരു വേള കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട്. നമ്മളിനി പ്രഥമ സ്കന്ധത്തിൽ കുന്തി സ്തുതിയൊക്കെ കാണുമ്പോൾ കാണാം നമുക്കവിടെ. കുന്തിദേവി പറയുന്നുണ്ട്, എൻ്റെ കണ്ണിൽ നിന്നും ഒരു രൂപം മായാതെ നിൽക്കുന്നു ഭഗവാനെ അവിടുത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ന്. ആ ദാമോദര ലീലയാടിയ സമയത്ത് എൻ്റെ ഭഗവാനെ അങ്ങയെ കെട്ടാൻ ആ യശോദാമ്മ കയറുമായി വന്ന് ഉരലിൽ ചേർത്ത് കെട്ടുമ്പോൾ അമ്മയെ നോക്കി ഭയന്ന് വിറച്ചു നിന്ന ആ രൂപമുണ്ടല്ലോ ഭഗവാനെ, ആ സമയത്ത് അവിടേക്ക് വന്ന എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് കുളിർമയേകിയ ഒരു രൂപം. കാരണം അല്ലയോ ഭഗവാനെ, ഭയം പോലും ആരെ ഭയന്നാണോ മാറി നിൽക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്തൊരു നാട്യമായിരുന്നു അപ്പോൾ. ആ അമ്മയുടെ മുമ്പിൽ ഭയന്ന് വിറച്ച് നിന്ന ആ രൂപമുണ്ടല്ലോ ഭഗവാനെ, എൻ്റെ കണ്ണിൽ നിന്നും ആ രൂപം മായുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് കൃഷ്ണ എന്ന് ആ കൃഷ്ണൻ്റെ മുമ്പിൽ നിന്ന് സ്തുതിക്കുന്ന കുന്തിദേവിയുടെ ഒരു ചിത്രം. വളരെ മനോഹരമായ ഒരു സ്തുതിയാണത്. അത് നമുക്ക് പ്രഥമ സ്കന്ധത്തിൽ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഭയം പോലും ഭയന്ന് മാറി നിൽക്കുന്ന ആ ഭഗവാൻ ആരെ കണ്ടിട്ട് ഭയക്കാനാണ്? ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ, ഈ വിശ്വത്തിലുള്ളത് മുഴുവൻ ഭഗവാനെ അവിടുത്തെ സൃഷ്ടിയാണെന്നിരിക്കെ അവിടുന്ന് ആരെയാണ് ഭയപ്പെടേണ്ടത്? ഈ വിശ്വത്തെ മുഴുവൻ നയിക്കുന്നത് അവിടുന്നാണെന്നിരിക്കെ അവിടുന്ന് ആരെയാണ് ഭയപ്പെടേണ്ടത്? ഈ വിശ്വത്തിലെ ഓരോ ചലനവും അവിടുത്തെ മുൻ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നതെന്നിരിക്കെ അവിടുന്ന് ആരെയാണ് ഭയപ്പെടേണ്ടത്? അവിടുന്ന് അറിയാത്തതാ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഒരു കരിയില പോലും അനങ്ങുന്നില്ല എന്നിരിക്കെ ഓരോ സൃഷ്ടിയും തങ്ങളുടെ പൂർവജന്മങ്ങളിലെ കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച്, ആ വാസനകൾക്കനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, കർമ്മം ചെയ്യുന്നതെന്നിരിക്കെ അതെല്ലാം അറിയുന്ന ഭഗവാൻ ആരെയാണ് ഭയപ്പെടുന്നത്? അങ്ങനെയുള്ള ആ ഭഗവാൻ യാതൊരു ഭയവും കൂടെ, ഭയം അല്പം പോലുമില്ലാതെ ആ ഘോരസ്ത്രീയുടെ മാറിടത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ച, നയനങ്ങൾക്ക് കുളിരേകുന്ന കാഴ്ച വായനക്കാരായ നമുക്ക് പകർന്നു തരുമ്പോഴും വ്യാസഭഗവാൻ തൻ്റെ വരികളിലൂടെ ആ നയനാനന്ദകരമായ കാഴ്ചയുടെ അമൃതം നമ്മുടെ കണ്ണുകളിലേക്ക് പകർന്നു തരുമ്പോഴും, നമ്മുടെ ചിത്തത്തിലേക്ക് ആ ആനന്ദത്തെ പകരുമ്പോഴും, പക്ഷെ അത് നേരിട്ട് കണ്ട ഗോപസ്ത്രീകൾക്ക് ആ ഉണ്ണിയെ വാരിയെടുക്കുമ്പോഴും പരിഭ്രമം വിട്ടുമാറിയിരുന്നില്ല. അത്യധികം പരിഭ്രമത്തോടു കൂടി തന്നെയാണ്. കാരണം തങ്ങൾ ഇത്രയും ഭയന്നുവെങ്കിൽ ആ ഉണ്ണി ഭയന്നിട്ടുണ്ടാവും, കളിക്കുന്നുണ്ടെങ്കിലും എന്നൊരു ചിന്ത ഒരു പക്ഷേ ആ ഗോപസ്ത്രീകളെ വേട്ടയാടിയിട്ടുണ്ടാവാം. തങ്ങളുടെ പരിഭ്രമത്തെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ആ ഉണ്ണിയെ വാരിയെടുത്ത് മാറോട് ചേർക്കുമ്പോൾ ആ ഗോപസ്ത്രീകളിലൂടെ യഥാർത്ഥ മാതൃഭാവത്തിൻ്റെ മാധുര്യം വ്യാസഭഗവാൻ കാണിച്ചു തരികയാണ്. തൻ്റെ ഉണ്ണി ഏതെങ്കിലും ഒരു അപകടത്തിൽ പെടുമ്പോൾ ഒരമ്മ തൻ്റെ സുരക്ഷിതത്വം നോക്കാതെ, അതിനെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാതെ തൻ്റെ ഉണ്ണിയെ രക്ഷിക്കാനായി ചാടിപ്പുറപ്പെടുന്ന അമ്മയുടെ മാതൃവാത്സല്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ ആ ഗോപസ്ത്രീകളിൽ ഓരോരുത്തരിലൂടെയും. ആ ഉണ്ണിയെ വാരിയെടുക്കാൻ ആ പൂതനയുടെ ശരീരത്തിൽ അതുവരെ ഭയന്ന് വിറച്ച് മാറി നിന്നിരുന്ന ഗോപസ്ത്രീകൾ ഇപ്പോൾ ഭയത്തേക്കാളേറെ
ഉണ്ണിയോടുള്ള കരുതലെന്ന മനോഭാവത്തോടുകൂടി ആ പൂതനയുടെ ശരീരത്തിൽ ചാടിക്കയറി ഉണ്ണിയെ വാരിയെടുത്ത് മാറോടണച്ച് മാതൃത്വത്തിൻ്റെ മധുരം നുകരുന്ന ഗോപസ്ത്രീകളുടെ സുന്ദരമായ കാഴ്ച ഈ ഒരു വരിയിലൂടെ, ഒരൊറ്റ ശ്ലോകത്തിലൂടെ വ്യാസഭഗവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ മറ്റൊരു മനോഹരമായ രംഗം നമുക്ക് ഇതുപോലെ ഭീഷ്മസ്തുതിയിലും കാണാം. ഭഗവാന്റെ അതിയായ കാരുണ്യത്തിൻ്റെ കാഴ്ച. അവിടെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ ഭഗവാനോട് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, അന്ന് യുദ്ധഭൂമിയിൽ വെച്ച് അങ്ങ് ആ ചക്രവുമായി എൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ, ഉത്തരീയം വശങ്ങളിലൂടെ പാറിപ്പറക്കുമ്പോൾ അങ്ങ് എൻ്റെ നേരെ പാഞ്ഞെടുത്തു വന്ന ആ ഒരു രംഗം, ആ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ഭഗവാനെ. അങ്ങയുടെ ഒരു കാരുണ്യം, ആയുധമെടുക്കില്ലെന്ന് പറഞ്ഞ ഭഗവാനെ കൊണ്ട് ആയുധമെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഭീഷ്മ പിതാമഹൻ്റെ വാക്കുകളെ തൻ്റെ വാക്കുകളേക്കാൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഭക്തൻ്റെ പ്രതിജ്ഞയെ സംരക്ഷിക്കാൻ ഭഗവാൻ ചാടിപ്പുറപ്പെട്ട ആ രംഗം, അല്ലയോ കൃഷ്ണ, ആ രംഗം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ഭഗവാനെ എന്ന് ഭീഷ്മ പിതാമഹൻ പറയുമ്പോൾ, തൻ്റെ ഭക്തരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ മായാതെ കോറിയിടുന്ന ചിത്രം ഭഗവാൻ ഓരോ തരത്തിലാണ്. തന്നെ ആശ്രയിക്കുന്നവരിൽ ഏതേതോ ഭാവത്തോടെ തൻ്റെ അടുത്തേക്ക് വരുന്നുവോ അതാതോ ഭാവത്തിൽ ഭഗവാൻ അനുഗ്രഹം ചൊരിയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരിക്കലും മാറാത്ത, മാഞ്ഞു പോകാത്ത ഒരു ചിത്രം ഭഗവാൻ കോറിയിടുന്നുണ്ട്. അനുഗ്രഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഭഗവാന്റെ മുഖം കാണിച്ചു തരുന്ന ഒരു ചിത്രം. ഇവിടെ ആ ഗോപസ്ത്രീകൾക്ക് ആ സമയത്ത് അവരുടെ മാതൃഭാവത്തിൽ നിന്നിരുന്നത് കൊണ്ട് തന്നെ ഒരമ്മയുടെ മനസ്സിനെ ആനന്ദിപ്പിക്കാൻ, ഏതാപത്തിലും കൈകാൽ ഇട്ടിളക്കിക്കളിക്കുന്ന ഉണ്ണിയുടെ ഭാവത്തിന് ആ അമ്മയുടെ മനസ്സിൽ കുളിർമയേകാൻ കഴിയുമെന്നറിയുന്ന ഭഗവാൻ ഇവിടെ ആ ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചതും അതുകൊണ്ട് അതേ ഭാവത്തിലാണ്. ആ ആപൽ ഘട്ടത്തിൻ്റെ നടുവിലിരിക്കുമ്പോഴും കൈകാൽ ഇട്ടിളക്കിക്കളിച്ച് ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ച ഭഗവാന്റെ കഥ, ഭഗവാന്റെ ലീല എത്ര വർണ്ണിച്ചാലാണ് മതിയാവുക. എന്തൊരു മായയാണ്, എന്തൊരു മായാജാലമാണ് ഭഗവാന്റേത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ബാലം ച തസ്യ ഉരസി ക്രീഡന്തമകുതോ ഭയം ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹുർജാത സംഭ്രമാഃ. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ പാദത്തിൽ ക്രീഡന്തം അകുതോ ഭയം, അവിടെ ക്രീഡന്തം അകുതോ ഭയമാണ്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് ജഗൃഹുർജാത സംഭ്രമാഃ, അവിടെ ഒന്ന് അത് ചേർത്ത് തന്നെ വായിക്കുക. രണ്ട് ജഗൃഹുർജാത സംഭ്രമാഃ, ജ കൂട്ടക്ഷരമാണ്, അത് കട്ടിയിൽ വായിക്കുക. അതുപോലെ സംഭ്രമാഃ, അവിടെ അകാരവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ അകാരം നീട്ടിയെടുക്കുക, പകുതി ഹകാരത്തിലും കൂടി വായിച്ച് നിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.